സമാധാനത്തിന്റെ അടരുകൾ. സാധാരണ നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ളതിനെ ഒരു കർമ്മമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ക്രിയയായിട്ടൊക്കെയാണ് പറഞ്ഞു പോരാറ്. പക്ഷേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളവർ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഉള്ള അവസ്ഥയും ഇപ്പം നമ്മളിരിക്കുന്ന അവസ്ഥ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം നമ്മൾ കുറച്ചും കൂടി മെഡിറ്റേറ്റീവാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ ഏറ്റവും ഈസിനെസ്സിലിരിക്കുന്ന നമ്മളുടെ ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധ്യാനം. അറ്റ് ഈസ്. ഇപ്പോൾ ഡിസീസ് എന്ന് പറയുന്ന വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഡിസീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഈസിനെസ് നഷ്ടപ്പെട്ട അവസ്ഥ എന്നാണ്. രോഗം നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് അതിൻ്റെ ഈസിനെസ് നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ ഡിസീസിലാണ്, നമ്മൾ രോഗികളാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഈസിനെസ് അനുഭവിക്കുന്നത്? സകലമഴിഞ്ഞ് തണിഞ്ഞ് നമുക്കിരിക്കാൻ പറ്റുന്നത്, ഏറ്റവും റിലാക്സ്ഡായി, നമ്മൾക്ക് അത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വിഷയമല്ലാതെ നമ്മളുടെ ചുറ്റുപാടുകളോട് പരമാവധി സ്വരലയപ്പെട്ട് ഏറ്റവും അയഞ്ഞിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മെഡിറ്റേഷൻ. അതൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഉണ്ടാക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതിനിപ്പോൾ നമ്മളിവിടെ ചെയ്തത്. നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചത്? ഇങ്ങനൊരു സ്ഥലത്ത് വന്നാൽ കുറച്ചും കൂടി ഒരു സമാധാനം. നമുക്ക് നടു റോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം അവിടെ മെഡിറ്റേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു സ്വസ്ഥതയെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര തുടങ്ങി. ഇങ്ങനൊരു വിഷയം ഷൂട്ട് ചെയ്യണം, സ്വസ്ഥത കിട്ടണം. അപ്പോൾ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് വരുന്നു. ആദ്യം വേറെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് നമ്മളൊരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് നമ്മൾ മെല്ലെ മെല്ലെ പല വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ സ്റ്റിഫ്നെസ്സൊക്കെ കുറഞ്ഞ്, നമ്മുടെ കല്ലിപ്പൊക്കെ കുറഞ്ഞ് നമ്മളൊരു സമാധാനാവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും വരുന്നുണ്ട്. ഈ ഒരു അയവോടെ കൂടിയിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധ്യാനം. അതിന് ഇനി ആഴത്തിലേക്ക് പോവാം. അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്. ഇപ്പോൾ തൊട്ട് മുമ്പുള്ള സമാധാനം പോലെയല്ല ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇനിയും നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ അഭാവം അനുഭവിക്കും. ഇപ്പം എൻ്റെ അഭാവം അനുഭവിക്കുന്ന അവസ്ഥയിൽ എപ്പോഴൊക്കെ നമ്മളായിരിക്കുന്നുവോ അവിടെയൊക്കെ ഈ മൊത്തം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാവമുണ്ടാവും. ഇപ്പം എൻ്റെ അഭാവത്തിന് പറയുന്ന പേരാണ് ധ്യാനം. ഞാൻ പ്രസക്തനല്ലാതിരിക്കുകയും നമ്മളെല്ലാം പ്രസക്തമാകുകയും വരുന്ന സമയത്താണ് നമുക്കൊരു അയവുണ്ടാവുക. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും അയവാർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധ്യാനം. അതിന് പക്ഷേ നമുക്ക് ചില പ്രാക്ടീസ് ആവശ്യമാണ്. ആ ധ്യാനാവസ്ഥയിലെത്താൻ നമുക്ക് ചില പ്രാക്ടീസ് ആവശ്യമാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ ഒരു പ്രാക്ടീസാണ്. നമ്മളിവിടെ കറങ്ങി നമുക്ക് ഇത്രയും പേർക്ക് വട്ടത്തിലിരിക്കാവുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി. എന്നിട്ട് അതിലിരിക്കുന്ന പൊടിയൊക്കെ നമ്മൾ തുടച്ച് കളഞ്ഞ് പരമാവധി നമ്മൾക്ക് സമാധാനത്തോടെ ഇരിക്കാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മൾ വട്ടത്തിലിരുന്ന് ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചല്ലോ. അദ്ദേഹം ആ ക്യാമറ കൃത്യമായിട്ട് വെക്കാവുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഓരോ മൈക്കുകളൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ ഒരു ധ്യാനാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കലാണ്. അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷം ഒരുക്കി നമ്മൾ വെറുതെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങി, എന്താണ് ആത്മീയത എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങി നമ്മളതിങ്ങനെ പറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ മെഡിറ്റേറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ധ്യാനാവസ്ഥ ഇല്ലാത്തൊരു മൊമെൻറ്റും ഇല്ല, ഏറ്റക്കുറച്ചിലുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സ്ഥൂലമായ സമാധാനത്തിൽ നിന്ന് ഏറ്റവും സൂക്ഷ്മമായ സമാധാനത്തിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ അനേകം സമാധാനത്തിൻ്റെ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ധ്യാനത്തിലിരിക്കാത്ത ആരുമില്ല. അപ്പോൾ ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്, ധ്യാനാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അന്തരീക്ഷം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെയാണ് യോഗസൂത്രത്തിൽ പറയുന്നത്. യമം, നിയമം, ആസനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു സ്ഥലത്ത് ആദ്യം അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന പോലെ. അപ്പം നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തീരുമാനിക്കുമ്പോൾ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം, ചിലതൊക്കെ നമ്മൾ ചേർത്ത് വെക്കണം. ചിലത് ഇപ്പോൾ നമ്മൾ മൊബൈലൊക്കെ നമ്മൾ ഉടനെ ഫ്ലൈറ്റ് മോഡിലാക്കി ഒരു സൈഡിലേക്ക് വെച്ച് അവരവർക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കാവുന്ന പൊസിഷൻ കണ്ടെത്തിയിരുന്നു. ഓരോരുത്തരും അവരവരുടെ പോസ്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പരമാവധി
റിലാക്സ്ഡായി ശ്രദ്ധയോടെ ആരെയും കുറിച്ച് വേണ്ടാത്തത് ചിന്തിക്കാതെ നുണ പറയാതെ പരമാവധി സ്നേഹത്തിലും സൗഹൃദത്തിലും ഇരുന്നില്ലേ, അപ്പോഴാണ് നമുക്കൊരു ഇരിപ്പ് കിട്ടിയത്. ഇതിനെ പറയുന്ന പേരാണ് യമ നിയമ ആസനം. ആസനം എന്ന് പറഞ്ഞൊരു ഇരിപ്പിടം കിട്ടുക. അടങ്ങി ഒതുങ്ങി നമ്മൾ ഇരുന്നു. അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ എന്തുണ്ടാവുക, നമ്മുടെ പ്രാണൻ്റെ ഗതിയൊക്കെ ഒന്ന് സമാധാനത്തിലാവും. ഇപ്പം ഇപ്പോൾ ആ റോട്ടിലൂടെ പോണ വണ്ടിയിലേക്ക് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നില്ല. വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും, വേണ്ടതിനൊക്കെ നമ്മൾ സ്വീകരിക്കും. ഇതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണനിലൊരു സൗമ്യത ഉണ്ടാവും, ഒരു ശാന്തത ഉണ്ടാവും. അപ്പോൾ ശാന്തത ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നുണ്ട്. കൊള്ളാം, ഇത് മനസ്സിലാവുന്നുണ്ട്. ഇത് നടു റോട്ടിൽ നടന്നു പറയുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് കൊള്ളാം, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു ധാരണ ഉണ്ടായി. സമാധാനം ഉണ്ടാവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിൽ നിന്ന് മനസ്സിനെ വിടർത്തി ലോകത്തിലേക്ക് പ്രസരിപ്പിക്കണം, ഒരു ധാരണ ഉണ്ടായി. ആ ധാരണയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് ധ്യാനം. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം. ഇനി ആ സമാധാനത്തിൻ്റെ എത്ര ആഴത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം. നമ്മളെ പൂർണ്ണമായി വിസ്മരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാഗമായി നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് സമാധി. പരിപൂർണമായും എൻ്റെ അഭാവം അനുഭവിക്കുകയും പരിപൂർണമായി പ്രപഞ്ചത്തിൻ്റെ ഭാവം നമ്മളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധി. ഇപ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഞാൻ ഒരു തുള്ളി ജലത്തിലെ കടലാണ് എന്നറിയലാണ് സമാധി. ഇപ്പം നമ്മളൊക്കെ കടലിലെ ഓരോ തുള്ളി ജലങ്ങളായിട്ട് വേറെ വേറെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മളൊരു സമാധാനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു തുള്ളി ജലം എന്ന് പറയുന്നത് ഒരു കടൽ തന്നെയാണെന്ന് അനുഭവിക്കും. ആ അനുഭവത്തിന് പറയുന്ന പേരാണ് സമാധി. ഇത് വളരെ ഗ്രാജുവലായിട്ട് നമ്മളിൽ സംഭവിക്കുന്ന ഒരു പരിണാമമാണ്, വേറെ വേറെ കാര്യങ്ങളല്ല. അത് ഇത്രയും നമ്മളിപ്പോൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കയറി വന്നപ്പോൾ പല ഭാഗത്തിൽ നിന്ന് ചെതറിയിട്ട് വന്നത്. നമ്മൾ പരിചിതരല്ല, വളരെ അപരിചിതരെ പോലെ രണ്ട് സൈഡിൽ നിൽക്കുന്നു, ഒന്ന് ചിരിക്കുന്നു, പിന്നെ ഷേക്കിൻ്റെ കൊടുക്കുന്നു, മിണ്ടി, അങ്ങനെ വേറെ വേറെ ആയിരുന്ന നമ്മൾ യമനിയമാസന അടങ്ങി ഒതുങ്ങി നമ്മൾക്കിടയിൽ ഒരു ഹാർമണി ഉണ്ടായി. നമ്മളൊരു സ്ഥലത്ത് ഒരുമിച്ചിങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെയാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു ഇരിപ്പിടം കിട്ടി. ഇപ്പോൾ നമ്മൾ നല്ല പരിചയക്കാരാണ്. നമ്മളൊന്നും വേറെ വേറെ അല്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ധാരണ നമുക്കുണ്ടായി. അങ്ങനെ വേറെ വേറെ ആയിട്ട് കാണണ്ടാവുന്നു, എല്ലാറ്റിനെയൊക്കെ ചേർന്ന് അനുഭവിക്കാവുന്നു. നമ്മളെ മാത്രമല്ല, ഈ പ്രകൃതിയെയും ഈ നടന്നു പോകുന്ന ആളുകളൊക്കെ ചേർന്ന് അനുഭവിക്കാവുന്നൊരു ധാരണ ഉണ്ടായപ്പോൾ, ഒരു സ്വരലയം ഉണ്ടായപ്പോൾ നമുക്കൊരു സ്വസ്ഥത കിട്ടുന്നുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ ഒരു സ്വസ്ഥാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധ്യാനം.